ഈർപ്പവും ജലാംശവും വേഗത്തിൽ നിറയ്ക്കുന്നതിനും അതുപോലെ ഷാമ്പു ഉപേക്ഷിക്കുന്ന നെഗറ്റീവ് അയോണുകളെ പോസിറ്റീവ് അയോണുകളാക്കി മാറ്റുന്നതിനുമാണ് കണ്ടീഷണർ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മുടെ തലയോട്ടിയിലെ പ്രകൃതിദത്ത എണ്ണകൾക്ക് എത്താൻ കഴിയാത്ത സ്ഥലങ്ങളിൽ മുടിയുടെ പോഷകങ്ങൾ സന്തുലിതമാക്കാൻ കണ്ടീഷണർ സഹായിക്കും. അതിനാലാണ് നമ്മുടെ മുടിയുടെ നീളം അല്ലെങ്കിൽ നടുവിലും അല്ല എങ്കിൽ അറ്റത്തും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ഷാമ്പൂസും കണ്ടീഷണറും ഉപയോഗിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. ഷാമ്പൂവും കണ്ടീഷണറും രണ്ട് വ്യത്യസ്ത ഉദ്ദേശങ്ങൾ നിറവേറ്റുന്ന ഒന്നാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. നിങ്ങൾ എത്ര തവണ മുടി കഴുകുന്നു എന്നതിനെ ആശ്രയിച്ച് പ്രത്യേക രീതികളിൽ നമുക്കിത് പ്രയോഗിക്കാവുന്നതാണ്. ഷാമ്പൂവും കണ്ടീഷണറും എങ്ങനെ ശരിയായി ഉപയോഗിക്കണമെന്ന് പഠിക്കുന്നത് നമ്മുടെ മുടി ആരോഗ്യകരവും കൈകാര്യം ചെയ്യുന്നതുമായ നിലനിർത്തുന്നതിന് വലിയ മാറ്റമുണ്ടാക്കും കേട്ടോ. ഷാമ്പൂസ് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന രീതി തന്നെയാണ് കേട്ടോ. നനഞ്ഞ മുടിയിൽ നിങ്ങളുടെ മുടിക്ക് എത്ര ഷാമ്പൂ ആണ് ആവശ്യമായിട്ടുള്ളത് അത്ര അളവിൽ ഷാമ്പൂസ് നമ്മുടെ കൈപ്പത്തിയിലെടുക്കുക. അതിനുശേഷം നല്ലവണ്ണം ഒന്ന് പതപ്പിക്കാൻ തുടങ്ങാം. പതപ്പിച്ചതിന് ശേഷം നമ്മുടെ തലയോട്ടിയിൽ നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതൊരു 3 മിനിറ്റെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. അതിനുശേഷമാണ് കഴുകിക്കളയേണ്ടത്. നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ തലയോട്ടിയിലെ പ്രധാന സ്ഥലങ്ങൾ ഉൾപ്പെടെ നമ്മുടെ തലയുടെ എല്ലാ ഭാഗങ്ങളിലും കഴുത്തിൻ്റെ പിൻഭാഗത്ത് നല്ലവണ്ണം മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. തലയോട്ടി മുഴുവൻ ഷാമ്പു ഇട്ട് കഴിഞ്ഞാൽ ഷാമ്പു നമുക്ക് കഴുകിക്കളയാവേ. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചറിയാം, നമ്മൾ ഷാമ്പൂസ് എടുക്കുമ്പോൾ കുറച്ചായിരിക്കും പതയുന്നത്. അതായത് സൾഫേറ്റ് ചെയ്ത ഷാമ്പൂസാണ് കുറഞ്ഞ അളവിൽ പതഞ്ഞ് വരുന്നത്. പക്ഷേ നമ്മൾ പതഞ്ഞത് കുറവാണെങ്കിൽ നമുക്ക് ഒരിക്കൽ കൂടെ നമ്മുടെ സ്കാൽപ്പിൽ നല്ലവണ്ണം ഒന്ന് മസാജ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലവണ്ണം പതഞ്ഞ് വരും കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, വേറെ ഷാമ്പൂസ് എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. നേരത്തെ എടുത്ത ഷാമ്പു തന്നെ നമ്മുടെ സ്കാൽപ്പിൽ നല്ലവണ്ണം ഒന്ന് പതപ്പിച്ചെടുത്താൽ മതി കേട്ടോ. രണ്ടാമതും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷാമ്പു മുടിയിൽ നിന്ന് കഴുകി കളഞ്ഞാൽ നേരിട്ടുള്ള ജലസമ്പർക്കത്തിൽ നിന്ന് മാറി മുടിയിൽ അധികമുള്ള വെള്ളം പിഴിഞ്ഞ് കളയാൻ വേണ്ടിയിട്ട് നോക്കണം. അതിനുശേഷം ആവശ്യത്തിന് കണ്ടീഷണർ എടുത്ത് മുടിയുടെ പകുതിക്ക് താഴേക്ക് പുരട്ടി കൊടുക്കാം കേട്ടോ. മുടി ചീകാനും വേർതിരിക്കാനും വിരലുകൾ ഉപയോഗിച്ച് കണ്ടീഷണർ മുടി ഇഴകളിലൂടെ പ്രവർത്തിപ്പിക്കുകയും വേണം. മുടിയുടെ അറ്റം വരെയും കണ്ടീഷണർ എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം കേട്ടോ. അതിനുശേഷം ഒരു 1 മുതൽ 3 മിനിറ്റിനകം അത് കഴുകി കളയാവുന്നതാണ്. കഴുകി കളയുമ്പോൾ ശ്രദ്ധിക്കുക, തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകാവുന്നതാണ്. അടുത്ത ഷാമ്പൂവും കണ്ടീഷണറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഷാമ്പൂവും കണ്ടീഷണറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത് ഫലപ്രദമായ മുടി സംരക്ഷണ ദിനചര്യ കെട്ടിപ്പടുക്കുന്നതിന് പ്രധാനമാണ്. നമ്മുടെ മുടി ആരോഗ്യകരവും വൃത്തിയുള്ളതും ജലാംശം ഉള്ളതുമായി നിലനിർത്തുന്നതിനുള്ള വ്യത്യസ്ത ആവശ്യങ്ങൾ ലക്ഷ്യമാക്കി ഓരോന്നും ഒരു തനതായ ഉദ്ദേശം നിറവേറ്റുന്നവയാണ് കേട്ടോ. നമ്മുടെ തലയോട്ടിയിലെ അഴുക്ക്, ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, അനാവശ്യമായ അധിക എണ്ണ എന്നിവ നീക്കം ചെയ്യുന്നതിനാണ് ഷാമ്പു നിർമ്മിച്ചിരിക്കുന്നത്. ടാർഗറ്റ് ചെയ്ത ശുദ്ധീകരണ ശക്തി കാരണം നമ്മുടെ തലയോട്ടിയിൽ മാത്രം ഷാമ്പു ചെയ്യുന്നതും മുടിയുടെ അറ്റത്ത് നേരിട്ട് ഷാമ്പു ചെയ്യുന്നതും ഒഴിവാക്കുന്നതും നല്ലതായിരിക്കും കേട്ടോ. ഈർപ്പവും ജലാംശവും വേഗത്തിൽ നിറയ്ക്കുന്നതിനും അതുപോലെ ഷാമ്പു ഉപേക്ഷിക്കുന്ന നെഗറ്റീവ് അയോണുകളെ പോസിറ്റീവ് അയോണുകളാക്കി മാറ്റുന്നതിനുമാണ് കണ്ടീഷണർ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തലയോട്ടിയിലെ പ്രകൃതിദത്ത എണ്ണകൾ എത്താൻ കഴിയാത്ത സ്ഥലങ്ങളിൽ മുടിയുടെ പോഷകങ്ങൾ സന്തുലിതമാക്കാൻ കണ്ടീഷണറിന് സഹായിക്കും കേട്ടോ. അതിനാലാണ് നമ്മുടെ മുടിയുടെ നീളം അല്ലെങ്കിൽ നടുവിലും അറ്റത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് പറയുന്നത്. നമ്മൾ കണ്ടീഷണർ ഉപയോഗിക്കുമ്പോൾ എത്ര തവണ ഷാമ്പുവും കണ്ടീഷനും ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. ഷാമ്പു ചെയ്യാനും കണ്ടീഷനിങ്ങും തമ്മിലുള്ള ശരിയായ ബാലൻസ് കണ്ടെത്തുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിലും രൂപത്തിലും വലിയ മാറ്റമുണ്ടാക്കും കേട്ടോ. അതിനുവേണ്ടി പരിഗണിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, അമിതമായ അഴുക്കിൻ്റെ അടിഞ്ഞുകൂടൽ, എണ്ണകൾ എന്നിവ നീക്കം ചെയ്യാൻ ഷാമ്പു മികച്ചതാണെങ്കിലും നമ്മുടെ മുടി കഴുകുമ്പോഴെല്ലാം ഇത് ഉപയോഗിക്കേണ്ടതില്ല കേട്ടോ. നേരെ മറിച്ച് ജലാംശവും ഈർപ്പവും പുനഃസ്ഥാപിക്കാൻ ദിവസവും കണ്ടീഷണർ പ്രയോഗിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് മുടിയുടെ അറ്റത്തും മധ്യഭാഗത്തും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നമ്മുടെ തലയോട്ടിയിലെ സ്വാഭാവിക എണ്ണകൾ വികസിപ്പിക്കാൻ അനുവദിക്കുകയാണെങ്കിലും ആരോഗ്യമുള്ളതും തിളക്കമുള്ളതുമായ മുടി നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. ഇക്കാരണത്താൽ എല്ലാ ദിവസവും ഷാമ്പു ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. പകരം നമ്മുടെ മുടിയുടെ ജലാംശം നിലനിർത്താൻ കണ്ടീഷനിങ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഏറ്റവും മികച്ച വഴിയെന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും വരുന്ന സംശയമാണ് ഷാമ്പുവും കണ്ടീഷണറും എത്ര നേരം മുടിയിൽ വയ്ക്കണമെന്നത്. തലയോട്ടിക്ക് ചുറ്റും ഷാമ്പു നന്നായി പുരട്ടി കഴിഞ്ഞാൽ ഇത് കഴുകുന്നതിന് 1 മിനിറ്റെങ്കിലും തലയോട്ടിയിൽ മസാജ് ചെയ്യേണ്ടത് ആവശ്യമാണ് കേട്ടോ. ഇതിന് കാരണം നമ്മുടെ തലയോട്ടിക്ക് ചുറ്റുമുള്ള ഭാഗങ്ങളിൽ ഷാമ്പു ഉരുകാൻ അനുവദിക്കുകയും അപ്പോൾ രക്തചംക്രമണം ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു കേട്ടോ. ഇത് മുടിയുടെ വളർച്ചയ്ക്ക് ഗുണം ചെയ്യുന്ന ഒന്നാണ്.
അതുപോലെ തന്നെ ഒരു ഹെയർ മാസ്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വേഗത്തിലുള്ള ഫലത്തിന് പ്രതിദിന കണ്ടീഷണർ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. പക്ഷേ തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകുന്നതിന് മുമ്പ് ഏകദേശം 3 മിനിറ്റെങ്കിലും നമ്മൾ മുടിയിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ ഷാമ്പു ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ തലയിൽ മുടി കാണില്ല കേട്ടോ. മുടി സൂക്ഷിക്കാൻ മുടിയിൽ നല്ല രീതിയിൽ എണ്ണയിട്ട് മസാജ് ചെയ്യേണ്ടത് അനിവാര്യമാണല്ലേ. ഇതിന് ശേഷം എപ്പോഴും മൈൽഡ് ഷാമ്പൂസ് ഉപയോഗിച്ചിട്ട് കഴുകാനും പറയാറുണ്ട്. മുടി കഴുകുന്നതിൻ്റെ നാം വരുത്തുന്ന തെറ്റുകൾ പലപ്പോഴും മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കും കേട്ടോ. ഷാമ്പു ഇടുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചിലർ മുടി കെട്ടി വെച്ചിട്ട് അതുപോലെ പോയി ഷാമ്പു ഇട്ട് കഴുകും. മുടി എപ്പോഴും ചീകി വൃത്തിയാക്കി ജട കളഞ്ഞതിന് ശേഷം മാത്രമാണ് ഷാമ്പു ചെയ്യേണ്ടത്. കുളിക്കാൻ പോകുമ്പോൾ വേഗത്തിൽ തലമുടി അഴിച്ചിട്ട് കഴുകാൻ പാടില്ല. രാത്രി കിടക്കുന്നതിന് മുമ്പും മുടിയുടെ ജട മാറ്റേണ്ടത് ഏറെ നല്ലതാണ്. തലമുടിയിൽ ഷാമ്പു ഒരിക്കലും നേരിട്ട് ഉപയോഗിക്കാൻ പാടില്ല. വെള്ളത്തിൽ ചേർത്ത് നന്നായി വീര്യം കുറച്ച ശേഷം മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. കെമിക്കലുകളുള്ള ഷാമ്പു നേരിട്ട് മുടിയിൽ ഉപയോഗിക്കുന്നത് മുടി പൊട്ടിപ്പോകാനും കൊഴിയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂസുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇത്രയും നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് സംശയം വന്നാണോ അല്ലേ, ഷാമ്പുവിന് മുമ്പ് മുടി കണ്ടീഷനിങ് ചെയ്യുന്നത് നല്ലതാണോ, ഒരേ സമയം കണ്ടീഷണറും ഷാമ്പു ഉപയോഗിക്കാമോ, ദിവസവും മുടി കണ്ടീഷൻ ചെയ്യുന്നത് നല്ലതാണോ? അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.